ടൈപ്സ് ഓഫ് ലോങ് ടേം ലോൺസ്. ലോങ് ടേം ലോൺസ് എന്താണെന്നും ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ ഏതൊക്കെയെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ലോങ് ടേം ലോൺസ് ആണ് ഇത്തരം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് 4 തരം ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഓർഡിനറി ലോങ് ടേം ലോൺസ് ആണ്, മറ്റൊന്ന് സ്പെഷ്യൽ ലോങ് ടേം ലോൺസ് ആണ്, സ്പെഷ്യൽ സ്കീം ലോങ് ടേം ലോൺസ് ആണ്, നോൺ ഫാം ലോൺസ്, റൂറൽ ഹൗസിംഗ് ലോൺസ്. അങ്ങനെ 4 തരം ലോൺസ് ആണ് സാധാരണയായി ഒരു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് ടേം ലോൺസ്. ഓർഡിനറി ലോങ് ടേം ലോൺസും സ്പെഷ്യൽ സ്കീം ലോങ് ടേം ലോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഓർഡിനറി ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാർമേഴ്സിന് ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആയിട്ടുള്ള ഡിഗിങ് വെൽസ്, ഇൻസ്റ്റാളേഷൻ പമ്പ് സെറ്റ് പോലുള്ള ആവശ്യത്തിനാണ് ഓർഡിനറി ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ സ്കീം ലോൺസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കീം ലോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. അത് പെർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് മാത്രം ഡിസൈൻ ചെയ്തതാണ്. ഇത്ര സ്കീമുകൾ അപ്രൂവ് വഴി നബാർഡ് അപ്രൂവ് ചെയ്ത സ്കീമുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഓർഡിനറി ലോങ് ടേം ലോൺസ് 15 ഇയേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ സ്കീം ലോൺസ് 20 ഇയേഴ്സ് വരെ പീരീഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഇയർ ഓഫ് ഗെറ്റിംഗ് yield ഫ്രം ക്രോപ്സ്. സ്പെഷ്യൽ സ്കീം ലോങ് ടേം ലോൺസിൻ്റെ yield എപ്പോഴാണോ ക്രോപ്സിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. റബ്ബർ പ്ലാന്റേഷൻ സ്കീമുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സ്കീമുണ്ട്. അതിൻ്റെ റീപേയ്മെൻറ്റ് 8th ഇയർ ആണ് റബ്ബർ പ്ലാന്റേഷൻ്റെ. ഇതുപോലെ തന്നെ ഓരോ സ്കീം ലോൺസിനും അതിൻ്റെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ എമൗണ്ട് പ്രിസംപ്റ്റീവ് വാല്യൂവിൻ്റെ ബേസിലാണ് ഈ ലോണ്. പ്രിസംപ്റ്റീവ് വാല്യൂവിൻ്റെ ബേസിലാണ് സ്പെഷ്യൽ സ്കീം ലോങ് ടേം ലോണിൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത്. അതേസമയം നമ്മുടെ ഓർഡിനറി ലോങ് ടേം ലോൺസിൻ്റെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd ഇയർ ഓഫ് ഓൺവാർഡ്സ് ആണ്. സ്പെഷ്യൽ സ്കീം ലോൺ പോലെയല്ല, ഓർഡിനറി ലോങ് ടേം ലോൺസ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Special scheme loans, certain percentage of the cost of scheme has to be met by beneficiaries. Small farmers 5%, middle class farmers 10%, big farmers 15%. ഈ രീതിയിൽ സ്പെഷ്യൽ സ്കീമിൽ എന്തുണ്ട്, അതിൻ്റെ ബെനിഫിഷ്യറീസിന് ചില ചിലവുകൾ കോസ്റ്റ് മെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്കീം സാങ്ഷൻ ചെയ്യുന്നത്, ലോണ് സാങ്ഷൻ ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഓർഡിനറി ലോൺസും അതിൻ്റെ ടൈപ്സുമാണ്. ഓർഡിനറി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് പർപ്പസ് വൈസ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, അതിൽ പർപ്പസ് എന്ന് പറയുന്നത് സിങ്കിങ് ഓഫ് ന്യൂ വെൽസ് ആണ്, കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ടാങ്ക്സ്, റിപ്പയർ വെൽസ് ആൻഡ് ടാങ്ക്സ്, പമ്പ് സെറ്റ്, അഗ്രികൾച്ചർ മെഷീനറി, കോണ്ടൂർ ബണ്ടിങ്, കാറ്റൽ ഷെഡ്, ഫാം ഹൗസ്. ഇതിനൊക്കെയാണ് ഓർഡിനറി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ സ്പെഷ്യൽ സ്കീം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന മൈനർ ഇറിഗേഷൻ, അഗ്രികൾച്ചർ മെഷീനറി, പ്ലാന്റേഷൻസ്, ഡയറി, പോൾട്രി തുടങ്ങിയവക്കാണ് സ്കീം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് പ്രൊസീജിയർ ഓഫ് ഗെറ്റിംഗ് ലോൺ? ലോൺ സാങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്? എല്ലാ ലോൺസിൻ്റെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് മാത്രമാണ്
അവർക്ക് ലോണ് കിട്ടാനുള്ള റൈറ്റും ഉണ്ടാവുക. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് എ പേഴ്സൺ ഹു വിഷസ് ടു ഗെറ്റ് ലോൺ ഫ്രം ദി പ്രൈമറി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് become a member of bank should become a member of bank. ആ മെമ്പർ ഓഫ് ബാങ്ക് ആവാനുള്ളത് നിർബന്ധമാണ്. ഇഫ് ഈസ് നോട്ട് ഓൾറെഡി മെമ്പർ ദെൻ എന്ത് ചെയ്യണം? ഈ മസ്റ്റ് ഷുഡ് ബിക്കം എ മെമ്പർ. ഫസ്റ്റ് അയാൾ മെമ്പർ ആവാണ് ചെയ്യണം. ദെൻ അപ്ലൈ ഫോർ ദി ലോൺ. രണ്ടാമത്തെ പ്രോസസ്സാണ് അപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്ലൈ ഫോർ ദി ലോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതിൻ്റെ പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ ഡ്യൂപ്ലിക്കേറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. 2 കോപ്പി വേണം അപ്ലിക്കേഷൻ ഫോമിന്. എസെൻഷ്യൽ ഇൻഫർമേഷൻ സച്ച് എസ് നെയിം ഓഫ് ദി പേഴ്സൺ മെമ്പർ എന്താണ്, ദെൻ അഡ്രസ്സ്, എമൗണ്ട് ഓഫ് ലോൺ റിക്വയർഡ്, പർപ്പസ് ഓഫ് ദി ലോൺ, ഏരിയ ഓഫ് ലാൻഡ് പൊസസ്ഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ ആ ഡീറ്റെയിൽസ് to be furnished in the application form along with the long application. All documents relating to title of land, the tax receipt, latest title tax receipt, estimate of the proposed improvement on land, details of machinery, ഇതൊക്കെ എന്ത് ചെയ്യണം? ആ ലോൺ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നെ ഒരു ഡോക്യുമെൻ്റ് ആണ് സോൺ അഫിഡവിറ്റ് എന്ന് പറയുന്നത്. സോൺ അഫിഡവിറ്റ് ഓരോ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ പൊസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് സോൺ അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ആ സോൺ അഫിഡവിറ്റ് എന്ത് ചെയ്യണം? ഈ ലോണിൻ്റെ ആപ്ലിക്കേഷന് കൂടെ സമർപ്പിക്കണം. മറ്റൊരു അനദർ അഫിഡവിറ്റ് എന്ത് ചെയ്യണോ? ഈ എഫക്റ്റ് ദാറ്റ് ഹാസ് നോ എക്സസ് ലാൻഡ് ഇല്ല എന്നുള്ള കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് കൂടി എന്ത് ചെയ്യണം? ഇയാൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഹി ഹാസ് ടു പേ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലീഗൽ ചാർജസ്. ഇയാൾ ചെയ്യേണ്ട പിന്നെ അഡ്മിനിസ്ട്രേറ്റീവും ലീഗലായിട്ടുള്ള ചാർജസ് പേ ചെയ്യാണ് ചെയ്യേണ്ടത്. അത് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ബൈലോസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബൈലോസ് പറഞ്ഞിട്ടുള്ള പോലെ ആ ലോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫീ എന്നുള്ളവർക്ക് ലീഗൽ ഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ഫീസും അടക്കണം. പിന്നെ അതിൻ്റെ ശേഷമാണ് എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് ഫോർ 13 years ഷുഡ് ബി ടേക്കൺ ഫ്രം ദി സബ് രജിസ്ട്രാർ ഓഫീസ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. ഫോർ വിച്ച് ആപ്ലിക്കേഷൻ അലോങ് വിത്ത് സെർച്ച് ഫീ. അതിൻ്റെ സെർച്ച് ഫീയും കൂടി അടച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സാണ് സ്ക്രൂട്ടിനി ഓഫ് ദി ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ലോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആളെ പേര്, അഡ്രസ്സ്, അതേപോലെ തന്നെ പർപ്പസ് ഓഫ് ദി ലോണ്, എമൗണ്ട് റിക്വയർഡ്, പിന്നെ ഏരിയ ഓഫ് ലാൻഡ് പൊസസ്ഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ടൈറ്റിൽ ഡീഡ്, ലാൻഡിൻ്റെ ടൈറ്റിൽ, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് ടാക്സ് റെസീറ്റ്, എസ്റ്റിമേറ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലാൻഡ്, ഡീറ്റെയിൽസ് ഓഫ് മെഷീനറി, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കേണ്ടതുണ്ട്. പിന്നെ സോൺ അഫിഡവിറ്റ് സമർപ്പിക്കണം. മറ്റൊരു അഫിഡവിറ്റ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. ദെൻ അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലീഗൽ ഫീസ് പേ ചെയ്യണം. ദെൻ എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യ പടിയായി ചെയ്യുന്നതാണ് പ്രിലിമിനറി സ്ക്രൂട്ടിനി ഓഫ് ദി ആപ്ലിക്കേഷൻ ഇൻ ദ ബാങ്ക്. ആ പ്രിലിമിനറി സ്ക്രൂട്ടിനി ബാങ്ക് ഓഫീസർ എന്ത് ചെയ്യുന്നു? ഇൻസ്പെക്ഷനും റിപ്പോർട്ടിനും വേണ്ടി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇൻസ്പെക്ഷൻ ഇൻവെസ്റ്ററിൻ്റെ ഓഫീസർ എന്ത് ചെയ്യുന്നു? വിസിറ്റ് ദി പ്രോപ്പർട്ടി, ഷുഡ് കണ്ടക്ട് ലോക്കൽ എൻക്വയറി ആൻഡ് പ്രിപ്പയർ പ്ലാൻ ആൻഡ് സ്കെച്ച് ഓഫ് ദി
property with reference to the title deed, tax receipt and other documents. മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ആ പ്രോപ്പർട്ടിയുടെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാണ്, ലോക്കൽ എൻക്വയറി നടത്തുകയാണ് ചെയ്യുക. ദെൻ പ്ലാനും പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ആ ഒരു പ്രോസസ്സാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇൻസ്പെക്ഷന് ശേഷം ചെയ്യേണ്ടത്. ആ സമയത്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അയാൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് വാല്യുവേഷൻ ഓഫ് ലാൻഡ് വരുന്നത്. വാല്യുവേഷൻ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് വാല്യുവേഷൻ ചെയ്യാനുള്ള അധികാരമുള്ളത് 3 ഉദ്യോഗസ്ഥന്മാർക്കാണ്. സീനിയർ ബാങ്ക് സൂപ്പർവൈസർ, അഗ്രികൾച്ചർ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ. 10,000 രൂപ വരെയുള്ളതിനൊക്കെ ആണെങ്കിൽ സീനിയർ ബാങ്ക് സൂപ്പർവൈസറാണ് വാല്യുവേഷൻ നടത്തുക. 10,001 മുതൽ 20,000 വരെയുള്ളതാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറാണ് വാല്യുവേഷൻ നടത്തുക. 20,000 മുകളിൽ വരുന്ന 50,000 വരെയുള്ള ലോണിനെ വാല്യുവേഷൻ നടത്തുക അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. ദെൻ ഈ പരിശോധനയ്ക്ക് ശേഷം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് അറിയപ്പെടുന്നവരാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടിംഗ് ഓഫീസർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. അതിനുശേഷം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് റിഗാർഡിംഗ് പ്രൊപ്പോസ്ഡ് ഇംപ്രൂവ്മെന്റ്സ് ഓൺ ലാൻഡ്. ഈ ഇൻസ്പെക്ടിംഗ് ഓഫീസർ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്താണ് പ്രൊപ്പോസ്ഡ് ഇംപ്രൂവ്മെന്റ് ലാൻഡിൽ വരുത്താൻ പോകുന്നത്. അതുപോലെ മെഷീനറി പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തണം, അത് സബ്മിറ്റ് ചെയ്യണം റിപ്പോർട്ട് വിത്തിൻ 5 days ഓഫ് ദി റെസീറ്റ് ഓഫ് ഫയൽ റിസീവ് ചെയ്തിട്ട് വിത്ത് 5 daysൻ്റെ ഉള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന് കൂടെ നമ്മൾ എങ്കും പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്, സെൻഡ് ചെയ്യും. ദെൻ ഒബ്റ്റെയിൻ ലീഗൽ ഒപ്പീനിയന് വേണ്ടിയിട്ട് അയക്കാണ് ചെയ്യുക. ഫയൽ സെൻഡ് ടു ലീഗൽ അഡ്വൈസർ. ഫീൽഡ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫയൽ സെൻഡ് ടു ലീഗൽ അഡ്വൈസർക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ലീഗൽ അഡ്വൈസർക്ക് സെൻഡ് ചെയ്താൽ അദ്ദേഹം അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ലീഗൽ അഡ്വൈസർ ഓഫ് ദി ബാങ്ക് ഓഫീസ് ഒപ്പീനിയൻ വിത്തിൻ 2 days ആഫ്റ്റർ obtaining legal opinion, the application with all connected reports and papers will be placed present. ഇതിന് ശേഷമാണ് പ്രസിഡന്റിൻ്റെ മുന്നിൽ വെക്കുന്നത്. പ്രസിഡന്റിൻ്റെ ഓതറൈസേഷനാണ് പിന്നെ സാങ്ഷൻ ചെയ്യാൻ, ലോൺ സാങ്ഷൻ ചെയ്തുകൊണ്ടുള്ള ഓതറൈസേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നീട് നടക്കുന്നത്. അത് 30,000 വരെയുള്ളതാണ് നമുക്കൊരു പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിന് സാങ്ഷൻ ചെയ്യാൻ കഴിയുന്ന പരിധി. അതിന് മുകളിൽ വരുന്ന തുകയ്ക്കുള്ളത് ലോൺ എമൗണ്ട് എക്സീഡ്സ് ₹30,000 ഇറ്റ് വിൽ ബി റെക്കമെൻഡഡ് ടു സ്റ്റേറ്റ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോർഗേജ് ബോണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോൺ അഫിഡവിറ്റും കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. അതൊരു പ്രോപ്പർട്ടിക്ക് വേറെ ചാർജൊന്നും ഇല്ല എന്നുള്ള കാണിക്കേണ്ടിയിട്ടുള്ള രേഖയാണ് ഈ സോൺ അഫിഡവിറ്റ്, മോർഗേജ് ഡീഡൊക്കെ. അങ്ങനെ ഈ മോർഗേജ് ഡീഡും സോൺ അഫിഡവിറ്റും റിസീവ് ചെയ്താൽ പ്രൈമറി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക്, റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലോണ് ഡിസ്പേഴ്സ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് കടക്കും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺ എന്ത് ചെയ്യുക, അത് ഡിസ്പേഴ്സ് ചെയ്യുക. ദെൻ എക്സീഡ് 30,000 വരുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്കിനേക്ക് അവരുടെ നെസസറി ആയിട്ടുള്ള ആക്ഷന് വേണ്ടിയിട്ട് അയക്കുന്നതായിരിക്കും. സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഷുഡ് നോട്ട് ടേക്ക് മോർ ദാൻ 3 days ഫോർ സാങ്ഷൻ ഓഫ് ദി ലോൺ. 3 ദിവസത്തിൽ കൂടുതലൊന്നും എന്ത് ചെയ്യില്ല, സാങ്ഷൻ ചെയ്യാൻ എടുക്കില്ല. അത് പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ അറിയിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റേർഡ് മോർഗേജ് ഡീഡ് ഒബ്റ്റെയിൻ ചെയ്യുകയും
സോൺ അഫിഡവിറ്റ് കൂടി സമർപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അവരുടെയും ലോൺ എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സ് ചെയ്യുന്ന പ്രൊസീജിയർ പൂർണ്ണമാകും. പിന്നെ എന്താണ് ഗഹാൻ സിസ്റ്റം? നമ്മുടെ ലോൺ പ്രൊസീജിയറിൻ്റെ വളരെ കുമ്പസമാണ്, വളരെ ഡിഫിക്കൽട്ടാണ്, കോംപ്ലക്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോൺ പ്രൊസീജിയർ കൊണ്ടുവന്നതാണ് ഗഹാൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഗഹാൻ സിസ്റ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി. നമ്മൾ മൂവബിളും ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് സ്പെഷ്യൽ ചാർജ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഗഹാൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗഹാൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ പർപ്പസ് വൈസ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പർപ്പസ് വൈസ് ക്ലാസിഫിക്കേഷൻ ചെയ്തതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിൽ വരുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഇൻക്രിമെൻ്റൽ ഇൻകം ഒന്നാമത്തെ പോയിൻ്റാണ് ഇൻക്രിമെൻ്റൽ ഇൻകം. അത് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അഡ്വാൻസ് ലോങ് ടേം ലോൺസ് ടു ഫാമേഴ്സ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലാൻഡ്. പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ലാൻഡിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ലോൺസ് ഇൻ റീപെയ്ഡ് വിത്തിൻ 15 മുതൽ 20 ഇയേഴ്സിൻ്റെ ഉള്ളിൽ റീപേ ചെയ്യണം. മെമ്പേഴ്സ് ഷുഡ് ബി ആബിൾ ടു റീപേ ദി ലോൺ ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ഫ്രം ദെയർ ഇൻക്രിമെൻ്റൽ ഇൻകം. അവരുടെ ഇൻക്രിമെൻ്റൽ ഇൻകത്തിൽ നിന്നും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലോൺ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഇൻകം ഓഫ് ദി ഫാമേഴ്സ് ഡിറൈവ് ഫ്രം അഗ്രികൾച്ചർ ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ്. ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡും ബിഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ആ ഇൻക്രിമെൻ്റൽ ഇൻകത്തിൽ നിന്നാണ് റീപേയ്മെൻറ്റ് നടത്തുന്നത്. As a result of affecting permanent improvements on land, farmers are expected to get additional income. നമ്മൾ പെർമനൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കഴിഞ്ഞാൽ അഡീഷണൽ ഇൻകം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പെർമനൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കഴിഞ്ഞാൽ അഡീഷണൽ ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ ഇൻകം ഡിറൈവ്ഡ് ബൈ ദി റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റിനെയാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. അഡീഷണൽ ഇൻകം നമ്മൾ ഈ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റിന് ശേഷം ലഭിക്കുന്ന, ഡെവലപ്മെൻറ്റിന് ശേഷം ലഭിക്കുന്ന റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് അഡീഷണൽ ഇൻകം ഡിറൈവ്ഡ് ബൈ ദി ഫാമേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ഇൻക്രിമെൻ്റൽ ഇൻകം. നമ്മുടെ ഇതിൻ്റെ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള ഇൻകത്തിലുണ്ടായിട്ടുള്ള വർധനയാണ് തുടങ്ങുന്നത് ഇൻക്രിമെൻ്റൽ ഇൻകം. ഇതാണൊരു പേഴ്സൻ്റെ റീപേയിങ് കപ്പാസിറ്റി കണക്കാക്കുന്ന ബേസ്. ഇതിൽ മറ്റൊന്നാണ് പ്രിസംപ്റ്റീവ് വാല്യൂ. എന്താണ് പ്രിസംപ്റ്റീവ് വാല്യൂ? നമ്മൾ ഏത് ബേസ്ഡ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഡ്വാൻസ് ചെയ്യുന്നതെന്നതാണ്. ആ പ്രിസംപ്റ്റീവ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് വാല്യൂ ആണ്. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഓൺ ദി ബേസ് ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ലാൻഡ്. നമ്മൾ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഡ്വാൻസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദി ബേസിസ് ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലാൻഡ്. ലാൻഡിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. യൂഷ്വലി അത് എടുക്കാറ് 60% ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലാൻഡ് മോർഗേജ് ഈസ് ഗിവൺ ആസ് ലോൺ. 60% എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് വാല്യൂ ആണ് ലോണായിട്ട് കൊടുക്കാറ്. ഇൻ ഗ്രാൻഡിങ് സ്പെഷ്യൽ സ്കീം ലോൺസ്, ലോങ് ടേം ലോൺസിൽ സ്പെഷ്യൽ സ്കീം ലോൺസിൽ പ്രിസംപ്റ്റീവ് വാല്യൂ ഓഫ് ലാൻഡ് ഈസ് ടേക്കൺ ടു കൺസിഡർ. പ്രിസംപ്റ്റീവ് വാല്യൂ ഓഫ് ലാൻഡാണ് കൺസിഡർ ചെയ്യാറ്. ഇപ്പോൾ അതിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ലാൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് yield ഫ്രം കോക്കനട്ട് ട്രീ ഈസ് കൺസിഡേർഡ്. ഇൻ ഓർഡിനറി ലോൺ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വിൽ സ്റ്റാർട്ട് ഫ്രം ദി സെക്കൻഡ് ഇയർ എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ സ്പെഷ്യൽ സ്കീം ലോൺ റീപേയ്മെൻറ്റ് വിൽ ബി സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ yield ഫ്രം ദി ക്രോപ്സ് എന്നുള്ള yield കിട്ടിയാൽ മാത്രമാണ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. റബ്ബർ പ്ലാന്റേഷൻ്റെ നമ്മൾ പറഞ്ഞു 8th ഇയർ ആണെന്ന് പറഞ്ഞു. 8th ഇയർ മാത്രമാണ് റീപേയ്മെൻറ്റ് നടത്തേണ്ടതുള്ളൂ. മറ്റൊന്നാണ് ഈസിലി ഐഡൻറ്റിഫയബിൾ പ്രൊഡക്റ്റീവ് പർപ്പസ്. നമ്മൾ അഗ്രികൾച്ചറൽ ലോൺ അല്ലെങ്കിൽ ഏത് ലോൺ തന്നെ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ
പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് പർപ്പസിനല്ല ലോൺ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈസിലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് പർപ്പസിനുള്ള ലോണാണ്. അതിൽ നബാർഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സാങ്ഷനിങ് ലോണിന് agriculture loan, primary agriculture development bank should attach more importance to productive purpose of the loan. ഇതിൻ്റെ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ത് ചെയ്തിരിക്കണം, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. പ്രൊഡക്റ്റീവ് പർപ്പസ് അഗൈൻ ക്ലാസിഫൈഡ് ഈസിലി ഐഡൻറ്റിഫൈ പ്രൊഡക്റ്റീവ് പർപ്പസ്. പ്രൊഡക്റ്റീവ് പർപ്പസ് തന്നെ ഈസിലി ഐഡൻറ്റിഫയബിൾ ഉണ്ട്, നോട്ട് ഈസിലി ഐഡൻറ്റിഫയബിൾ പ്രൊഡക്റ്റീവ് പർപ്പസ് ഉണ്ട്. അപ്പോൾ ഈസിലി ഐഡൻറ്റിഫയബിൾ പ്രൊഡക്റ്റീവ് പർപ്പസിനാണ് കൂടുതൽ ലോൺ കൊടുക്കാൻ സാധ്യതയുള്ളത്. ഈസിലി ഐഡൻറ്റിഫയബിൾ പ്രൊഡക്റ്റീവ് പർപ്പസിനാണ്. ഇത് അഗ്രികൾച്ചറൽ ബേസിലുള്ള ലോൺ എടുത്തിട്ട് മിസ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ തടയുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ. പ്രൊഡക്റ്റീവ് അല്ലാത്ത പർപ്പസിന് അഗ്രികൾച്ചർ ലോൺ എന്ന പേരിൽ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് തടയാനാണ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. ഈസിലി ഐഡൻറ്റിഫൈഡ് പ്രൊഡക്റ്റീവ് പർപ്പസ് ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് മിസ് യൂട്ടിലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ലോൺ. ഇത് അഗ്രികൾച്ചർ ലോണ് മിസ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്ന് പറയാം. അത് ഉദാഹരണം നമുക്ക് എന്തൊക്കെയായിരിക്കാം, ഡിഗിങ് ഓഫ് വെല്ലായിരിക്കാം, ഇൻസ്റ്റലേഷൻ ഓഫ് പമ്പ് സെറ്റ് ആയിരിക്കാം, പർച്ചേസ് ഓഫ് പവർ ടില്ലർ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ലെവലിങ്, ബണ്ടിങ്, റിക്ലമേഷൻ ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രെയിനിങ് ചാനൽ, ഇതൊക്കെ അതിൽ വരും. ഇതൊക്കെയും നോട്ട് ഈസിലി ഐഡൻറ്റിഫൈബിൾ പ്രൊഡക്റ്റീവ് പർപ്പസ് ആയിട്ടാണ് വരിക. ലെവലിങ്, ബണ്ടിങ്, റിക്ലമേഷൻ ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രെയിനേജ് ചാനലൊക്കെ നോട്ട് ഈസിലി ഐഡൻറ്റിഫൈബിൾ പ്രൊഡക്റ്റീവ് പർപ്പസാണ്. അപ്പം ഈസിലി ഐഡൻറ്റിഫൈബിൾ പ്രൊഡക്റ്റീവ് പർപ്പസ് നമ്മൾ പറഞ്ഞു, ഡിഗിങ് ഓഫ് വെല്ല്, ഇൻസ്റ്റാളേഷൻ ഓഫ് പമ്പ് സെറ്റ്, പർച്ചേസ് ഓഫ് പവർ ടില്ലർ, ഇതൊക്കെയാണ് ഈസിലി ഐഡൻറ്റിഫൈബിൾ പ്രൊഡക്റ്റീവ് പർപ്പസ്. മറ്റുള്ളതൊക്കെ നോട്ട് ഈസിലി ആണ്. ലോൺസ് ഗിവൺ ഫോർ റിഡംഷൻ ഓഫ് ഓൾ ഡെറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. അൺപ്രൊഡക്റ്റീവിലാണ് നമ്മൾ ലോണ് ഗിവൺ ഫോർ റിഡംഷൻ ഓഫ് ഓൾഡ് ഡെറ്റ് വരുന്നത്. അൺപ്രൊഡക്റ്റീവ് പർപ്പസിലാണ്. അത്തരം ലോണുകൾക്ക് റോ പ്രയോറിറ്റിയാണ് കൊടുക്കുക. നെക്സ്റ്റ് റൂറൽ ഹൗസിംഗ് ലോണ്. റൂറൽ ഹൗസിങ്ങിന് വേണ്ടി ലോങ് ടേം ലോൺസ് കൊടുക്കുന്നത് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് തുടങ്ങിയതെങ്കിൽ കൂടി അത് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അത് ഫുൾ ഫിനാൻഷ്യൽ സ്കീമാണ്. അതിനെ അസിസ്റ്റ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. ലോങ് ടേം ലോൺസ് ന്യൂ കൺസ്ട്രക്ഷൻ ഹൗസ് ഇൻ റൂറൽ ഏരിയാസിലാണ് ഈ ലോൺ കൊടുക്കുക. അതുപോലെ റിപ്പയറിങ് എക്സിസ്റ്റിംഗ് ഹൗസ് റിപ്പയർ ചെയ്യാനാണ് ഈ ലോൺ കൊടുക്കുക. മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ ദാറ്റ് ക്യാൻ ബി ഗിവൺ എ മെമ്പർ അണ്ടർ ദി സ്കീം 75,000 ആണ് ഇത് മാക്സിമം കൊടുക്കുന്ന എമൗണ്ട്. പിന്നെ നെക്സ്റ്റ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ടാണ്. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്? ഇത് ലോങ് ടേം ലോൺ സാങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അഗ്രികൾച്ചർ ലോങ് ടേം ലോൺ സാങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ മെമ്പേഴ്സിന് ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ആവശ്യമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫീൽഡ് ഓഫീസേഴ്സ് ഓഫ് ദി ബാങ്ക് ആണ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആ ഫീൽഡ് ഓഫീസേഴ്സ് പേര് നമ്മൾ പറഞ്ഞു. ബാങ്ക് സൂപ്പർവൈസർ ആയിരിക്കാം, അഗ്രികൾച്ചർ ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാർ. നമ്മൾ പറഞ്ഞു 30,000 മേലെയുള്ളതിന് 30,000 മേലെയുള്ളത് വാലുവേഷൻ ഓഫീസർ എന്നറിയപ്പെടുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ദി കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ വാലുവേഷൻ ഓഫീസേഴ്സ് ആണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്.
ബാങ്ക് സൂപ്പർവൈസർ, അഗ്രികൾച്ചർ ഓഫീസർ അല്ലെങ്കിൽ മറ്റ് വാല്യുവേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ അതിൽ വരിക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു 10,000 വരെയുള്ള ലോൺ ആപ്ലിക്കേഷൻ്റെ പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്ക് സൂപ്പർവൈസറും, 10,000 മുകളിൽ 20,000 വരെയുള്ളത് അഗ്രികൾച്ചർ ഓഫീസറും, 20,000 മുകളിൽ 50,000 വരെയുള്ളത് വാല്യുവേഷൻ ഓഫീസറാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ടിൽ തന്നെ ലോക്കൽ എൻക്വയറി, മേക്കിംഗ് റഫ് പ്ലാൻ, സ്കെച്ച് ഓഫ് ലാൻഡ്, ഫർണിഷിംഗ് എൻജോയ്മെൻറ്റ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ ഓഫ് ലാൻഡ്, അസസ്മെൻറ്റ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നത്. ലോക്കൽ എൻക്വയറി, മേക്കിംഗ് റഫ് പ്ലാൻ ആൻഡ് സ്കെച്ച് ഓഫ് ലാൻഡ്, ഫർണിഷിംഗ് എൻജോയ്മെൻറ്റ് ഓഫ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ ഓഫ് ലാൻഡ്, അസസ്മെൻറ്റ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി, ഇത്രയും കാര്യങ്ങൾ അതിൽ വരും. ദെൻ നെക്സ്റ്റ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം. ഗവൺമെൻറ് ഓഫ് കേരള എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂഡ് സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി 1990 കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് സബ്സിഡി നിർത്തിയിട്ടുണ്ട്. അത് നബാർഡിൻ്റെ ഒബ്ജക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റ് സബ്സിഡി നിർത്തിയത്. അതിന് പകരമായി ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം ഗവൺമെൻറ് എന്ത് ചെയ്തു? നൽകാൻ തയ്യാറായി. അത്തരത്തിൽ ഗവൺമെൻറ് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് പ്ലാനാണ്, സ്കീമാണ്, കൺസെഷനാണ്, ഒരു തരത്തിലുള്ള കൺസെഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to the scheme, all small and marginal farmers have land holding up to 2 hectares and loans for the agricultural purpose 25,000 are eligible for this concession. 25,000 വരെയുള്ള ലോണിന് 2 ഹെക്ടർ ഒക്കെ ഭൂമിയുള്ള ആളുകൾക്ക് എലിജിബിളാണ് ഈ ഒരു കൺസെഷൻ എന്നാണ് പറയുന്നത്. അത് only if they repay their due including principal and interest. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ അത് റീപേ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു അടവ് ലഭിക്കുക. ഇത് പ്രാംപ്റ്റ് റീപേയ്മെൻറ്റ് ഉറപ്പുവരുത്താൻ ഇതുവഴി സഹായിക്കുന്നു. അതാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം. എന്താണ് DV5? അത് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്നുള്ളതിന് ഷോർട്ടാണ് DV5. ഇത് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ്, ഒരു ഫയലാണ്. ദിസ് ബാങ്ക് അഡ്വാൻസ് ലോങ് ടൈം അഗ്രികൾച്ചർ ലോൺ ടു മെമ്പേഴ്സ് ഓഫ് ദി ബേസ് ഓഫ് ലാൻഡഡ് അസറ്റ്. ലാൻഡിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അഗ്രികൾച്ചറൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോൺ എമൗണ്ട് ലംസമായിട്ടല്ല, നമ്മൾ 2-3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടൈമിൽ ലോൺ കൊടുക്കുമ്പോൾ എ വൗച്ചർ ഫോർ ദി എമൗണ്ട് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി പാർട്ടി കൺസേൺ. ഒരു വൗച്ചർ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അവിടുന്ന് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലൊരു വൗച്ചറാണ് ഈ പറഞ്ഞിട്ടുള്ള DV വൗച്ചർ എന്ന് പറയുന്നത്, ഡിസ്ചാർജ് വൗച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ സബ്സിക്വൻറ്റ് പേയ്മെൻറ്റ്സ് ഓൺലി ആഫ്റ്റർ റിസീവിങ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമാണ് അടുത്ത ലോണിൻ്റെ റീപേയ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്തുകയുള്ളൂ, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ലോൺ കൊടുക്കുകയുള്ളൂ. അത്തരത്തിൽ ലോൺ എമൗണ്ട് എൻ്റയർ ലോൺ എമൗണ്ട് എന്ത് ചെയ്തു? ഡിസ്പേഴ്സ് ചെയ്താൽ ഒരു DV ഫയൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂക്ഷിക്കേണ്ടതുണ്ട്. ആര്? വാല്യുവേഷൻ ഓഫീസർ ഉണ്ട് ദർ കസ്റ്റഡിയിൽ. മാത്രമല്ല ഇയാൾ ട്രസ്റ്റിയുടെ റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ്. അത്തരത്തിൽ ട്രസ്റ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇയാൾ വാല്യുവേഷൻ ഓഫീസർ ഒരു DV ഫയൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. DV ഫയലിൽ ലോൺ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ടൈറ്റിൽ ഓഫ് ലാൻഡ് ഉണ്ടാവും, എൻജോയ്മെൻറ്റ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഉണ്ടാവും, ലീഗൽ ഒപ്പീനിയൻസ് ഉണ്ടാവും, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ഉണ്ടാവും, വൗച്ചേഴ്സ് ഫോർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ. ഇത്രയും കാര്യങ്ങൾ അതിൽ ഈ ഒരു DV ഫയൽ എന്നതിൽ ഉൾക്കൊള്ളുന്നതാണ്. DV ഫയൽ വരുന്ന കാര്യങ്ങൾ അപ്ലിക്കേഷന്, ടൈറ്റിൽ ഓഫ് ദി ലാൻഡ്, എൻജോയ്മെൻറ്റ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, ലീഗൽ ഒപ്പീനിയൻ, ദെൻ
വാല്യൂഷൻ ഓഫ് അസറ്റ്സ്, വൗച്ചേഴ്സ് ഫോർ ദ ഡിസ്ബഴ്സ്മെന്റ് ഓഫ് ലോൺ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് അതിലുണ്ടാവുക ഡി ഫയലിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ടൈപ്സ് ഓഫ് ഓർഡിനറി ലോൺസ് പറഞ്ഞു, സ്കീം ലോൺസ് എന്താന്ന് പറഞ്ഞു, ദെൻ എന്താണ് പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് ലോട്ടറി ലോൺസ് പറഞ്ഞു, ഗഹാൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, ദെൻ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ പർപ്പസ് വൈസ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.